ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി മൂവി കണ്ടായിരുന്നു. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മൂവി തന്നത്. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് കണ്ടു മടുത്ത ദിലീപേട്ടൻ്റെ മൂവീസിലുള്ള അതേ ടെംപ്ലേറ്റ് ആണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിംഗ് മാസ്റ്റർ അല്ലെങ്കിൽ മിസ്റ്റർ മരവൻ അങ്ങനത്തെ മൂവീസിനൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഈ ഒരു മൂവി കൊണ്ടുവരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വീട്ടിൽ തന്നെ മൂത്ത മകനായിട്ടുള്ള ക്യാരക്ടറാണ് പ്രിൻസ് എന്ന് പറയുന്നത്. മൂപ്പരുടെ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ട് തനിക്ക് കല്യാണം കഴിയാതെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുകയാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പ്രിൻസിന്റെ ലൈഫിൽ ഒരു പെൺകുട്ടി കടന്നു വരുവാണ്, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കുട്ടി കടന്നു വന്നതിന് ശേഷം തന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു ഇവന്റ്സ് വളരെ നൈസായിട്ടാണ് സിനിമയിൽ മുന്നോട്ട് കൊണ്ടുവരിക്കുന്നത്. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിലുള്ള സോഷ്യൽ മീഡിയ ഇവന്റ്സും പ്രോബ്ലംസും അല്ലെങ്കിൽ അതിനെ റിലേറ്റഡ് ഉള്ള കാര്യങ്ങളൊക്കെ വളരെ നൈസായിട്ടാണ് സിനിമയിൽ സംസാരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയാലും ശരി, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഒരുപോലെയാണ്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ അവർ ഒരിക്കലും സത്യം പറയത്തില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന ആരും വിശ്വസിക്കാൻ പാടില്ല. പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു 100 പേരിൽ 1-2 പേര് കാണും, ഇല്ലാന്ന് പറയുന്നില്ല, എന്നും പറഞ്ഞ് ബാക്കി എല്ലാവരും അതുപോലെ അല്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ അങ്ങനെയല്ല, ഒരു 100 പേരും അങ്ങനത്തെ ആൾക്കാരെന്നാണ് സിനിമയിൽ സംസാരിച്ച് പോകുന്നത്. അത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് പറയാമെന്ന് എനിക്ക് തോന്നി. ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ സംസാരിച്ച് പോകുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു എക്സിക്യൂഷനും പ്രസന്റേഷനും അത്രയ്ക്കും വർക്കായിട്ടില്ല. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ആ ഒരു പോയിന്റിൽ എത്തുന്നില്ല. ആൻഡ് ഓവറോൾ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് എലമെന്റ്സ് ഉണ്ട്, നൈസായിട്ട് വർക്കായ എലമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അധികം വർക്കാവാത്ത അല്ലെങ്കിൽ ചീറ്റിപ്പോയ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി സിനിമ ബോർ എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത അതേ ടെംപ്ലേറ്റ്സും അതേ കോമഡീസും അതേ പാറ്റേൺസും മൂവിയിൽ ഒരുപാട് സ്ഥലങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ദിലീപേട്ടൻ്റെ മൂവീസിൽ കണ്ട് ചിരിച്ചു മറന്ന ഒരുപാട് ഇവന്റ്സും ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് പണ്ട്. പക്ഷെ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ടും ബോറായിട്ട് തോന്നും. അതേപോലെ തന്നെ ഈ സിനിമയിലും കുറെ ക്യാരക്ടേഴ്സും കുറെ ഇവന്റ്സ് വരുന്നുണ്ട്. ആൻഡ് മൂവിയിലെ ക്യാരക്ടർ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ പെർഫോമൻസ് വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. ആ ഒരു ഇമോഷണൽ സീക്വൻസ് ആയാലും ശരി, ഹ്യൂമർ സീക്വൻസ് ആയാലും പുള്ളിക്കാരൻ നല്ല രീതിക്ക് തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള മിക്ക ക്യാരക്ടേഴ്സും അവരുടെ റോൾ എന്താണോ അവർ നൈസായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മളെ വെറുപ്പിച്ച അല്ലെങ്കിൽ ഒട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോണി ആന്റണി, പുള്ളിക്കാരൻ ദിലീപേട്ടൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുന്നുണ്ട്. ഒരുപാട് സിനിമയിൽ സെയിം സാധനം തന്നെ ഇങ്ങനെ കണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ ഫസ്റ്റ് പുള്ളിക്കാരൻ വന്നപ്പോഴേ എനിക്ക് മനസ്സിലാക്കി ഇത് സ്ഥിരം ഇതാണ്, അതേപോലെ തന്നെ പോകുന്നുണ്ട്. അതെനിക്ക് ഒട്ടും ലൈക്ക് നമുക്ക് എന്താ പറയാ, നമ്മൾ കണ്ട് മടുത്ത ഐറ്റമാണ്. അതിന്റെ അതുപോലെ തന്നെയാണ് ഡാൻ ശ്രീനിവാസൻ. പുള്ളിക്കാരൻ എനിക്ക് സിനിമയിൽ എന്തിനാണ് അങ്ങനെ ഒരു ക്യാരക്ടർ പോലും മനസ്സിലാവുന്നില്ല. കാരണം 2-3 സീനിൽ എവിടെ കാണിക്കുന്നുണ്ട്, പിന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു വേറെ ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ഇടയ്ക്ക് വെച്ച് തിരക്കായതായിരിക്കും. കാരണം സിനിമയിൽ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, പിന്നെ പെട്ടെന്ന് ഒരു കട്ടാണ്. പിന്നീട് മൂപ്പര് ആ സിനിമയിൽ ആ ഫാമിലി തന്നെ എല്ലാവരും മറന്നുപോയി. അതിന്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും നൈസാണ്. ക്യാരക്ടർ വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പം സിദ്ദീഖൊക്കെ ആയാലും ശരി, ബിന്ദു പണിക്കർ ആയാലും ബാക്കിയുള്ള എല്ലാവരും അവിടെ പെർഫോമൻസ് ഒക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലും സിദ്ദീഖൊക്കെ വാസ്ലേക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്യും. അതിന്റെ അതുപോലെ തന്നെയാണ് ദിലീപേട്ടൻ്റെ പേരായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരുടെ പേര് എനിക്ക് അറിയത്തില്ല, ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നു, ഇതിനു മുമ്പ് വേറെ മൂവീസിലും കണ്ടിട്ടില്ല. പുള്ളിക്കാരുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ചില സമയത്ത് ഭയങ്കര ഓവറായിട്ട് ഭയങ്കര ക്രിഞ്ചായിട്ടൊക്കെ നമുക്ക് തോന്നും. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ നൈസായിട്ടാണ് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ഓക്കെ എന്നൊരു ഫീലാണ് മൂവി. അല്ലാതെ വലിയ കിടില മൂവി ആയിട്ടോ അല്ലെങ്കിൽ വലിയൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടോ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്നും പറഞ്ഞ് ഭയങ്കര ബോറെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഓക്കെ മൂവി അത്രേ ഉള്ളൂ. ആൻഡ് ഫാമിലി ഓഡിയൻസിനൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു മൂവി ഇഷ്ടപ്പെടും. അതിനുള്ള എലമെന്റ്സ് ഒക്കെ സിനിമയിലുണ്ട്. പക്ഷെ നമ്മൾ ദിലീപേട്ടൻ്റെ ഒരുപാട് മൂവീസ് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതേ ടെംപ്ലേറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ഒരു സജഷനായിട്ട് ഞാൻ പറയില്ല, പക്ഷെ ദിലീപേട്ടൻ ഈ ഒരു സെയിം ട്രാക്ക് റിപ്പീറ്റിൽ ചെയ്യുന്നതിനേക്കാളും ഒരു നെഗറ്റീവ് ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിട്ടൊക്കെ പോകണമെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ആ കമാര സംഭവത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് ലൈക്ക് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടറാണ്. സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സും അങ്ങനത്തെ മൂവീസൊക്കെ കുറച്ചുകൂടി ചെയ്യണമെങ്കിൽ അടിപൊളിയല്ല, വേറെ ലെവലായിരിക്കും. കാരണം സെയിം ട്രാക്ക് ഇനിയിപ്പം അങ്ങോട്ട് എത്ര കാലം വെച്ചാൽ ഇതേ കോമഡി ഫാമിലി എലമെന്റ്സ് കണക്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ ഒരു ജനപ്രിയ നായകനാണ്, ഫാമിലി ഓഡിയൻസ് ഒക്കെ പുള്ളിക്കാരനെ വേണം, ഓക്കെ ഫൈൻ. അതുപോലത്തെ മൂവീസ് ഒക്കെ വല്ലപ്പോഴും ചെയ്യാം, ഒരു കുഴപ്പമില്ല. എപ്പോഴും അതേ ട്രാക്ക് ഇങ്ങനെ റിപ്പീറ്റിൽ കൊണ്ടുവന്നാലും ബോറായി പോകും. പുള്ളിക്കാരനെ കമാര സംഭവം അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ മൂവീസും അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലായിട്ട് നമുക്ക് ദിലീപേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെയും പെർഫോമറിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു ക്യാരക്ടറുണ്ട്, ഉർവശി മാമാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആകെ കുറച്ച് മിനിറ്റ് മാത്രമേ മൂവിയിൽ ഉള്ളൂ. ആ ഒരു ക്യാരക്ടർ പറയുന്ന ഈ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ റിലേറ്റ് ചെയ്ത് പുള്ളിക്കാരി ഒരു സ്പീച്ച് നടത്തുന്നുണ്ട്. അത് അടിപൊളിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ്. പുള്ളിക്കാരി നൈസ് ആയിട്ടാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.